നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കും ജോളിയമ്മയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഞാനും ജോളിയമ്മയും പൊതുവെ തക്കാളി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും തക്കാളി ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും, ഈ കറി കൂട്ടിയിട്ടുള്ള ആൾക്കാരും ആയിരിക്കും. തക്കാളി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു കറിയാണ് തക്കാളി റോസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനെ തക്കാളി റോസ്റ്റ് എന്നാണ് പറയുന്നതെന്ന് കേട്ടോ. ഞാൻ എന്തായാലും അങ്ങനെ പറയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് 2 പളപള തിളങ്ങുന്ന തക്കാളിയും ഒരു സവാളയും, അത് കൂടാതെ ഒട്ടും എരിവില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളകും 2 വലിയ അല്ലി വെളുത്തുള്ളിയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. പാത്രം വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കുട്ടന്മാരും കൂടി കൂടിയിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി 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 ലാസ്റ്റ് ഒരു പരുവാവും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാവേ. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാവേ, കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കളറ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ആ കളറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അത് കാണാൻ വേണ്ടി, അതുപോലെ തന്നെയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ടും. വേറൊന്നുമല്ല, എന്നാൽ നമ്മൾ പറയുന്നത് നല്ല ചൂട് ചോറും ആ ചോറിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ കുറച്ച് കറിയും പിന്നെ നമുക്ക് ഒരു തുള്ളി അച്ചാറോ എന്തെങ്കിലും, ഇനി അതില്ലെങ്കിൽ പോലും ഇത് മാത്രം മതി ചോറുണ്ണാൻ വേണ്ടി. എനിക്കുണ്ടല്ലോ ഇതെങ്ങനെ കഴിക്കാൻ ഇഷ്ടം എന്നറിയാമോ? നമ്മൾ ഈ ഇപ്പം കറികളൊക്കെ ഉണ്ടാക്കിയല്ലോ, ഈ കറി ഉണ്ടാക്കിയത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആ കറി ഉണ്ടാക്കിയ ആ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിനകത്തേക്ക് കുറച്ച് ചോറും കൂടി കൂടി നല്ല ചൂട് ചോറ് കൂടി ഇട്ട് ഇളക്കി തിന്നുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കേട്ടോ. നമ്മൾ ഈ പഴയ മീൻകറിയൊക്കെ അങ്ങനെയല്ലേ, മീൻകറി വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ മീൻകറി എല്ലാം എടുത്ത് മാറ്റി ആ ചട്ടിയിൽ നമ്മൾ നല്ലപോലെ ചോറൊക്കെ ഇട്ട് കുഴച്ചിടുന്നില്ലേ, അതേ ഒരു പ്രതീതിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ടൊമാറ്റോ റോസ്റ്റ്, എൻ്റെ ടൊമാറ്റോ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇച്ചിരി ചൂട് ചോറോടെ ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആഹാ അന്തസ് അല്ലേ? അപ്പം ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബായ്.